ചിന്നു ഗ്രൂപ്പിൻ്റെ ഫോട്ടോ എഡിറ്റിംഗ് കോഴ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിലെന്താണെന്ന് മനസ്സിലാക്കി. ഹൈലൈറ്റ്, ഷാഡോസ്, മിഡ് ടോണ്, ഏത് കളറിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനി അത് വെച്ചിട്ട് കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. അതായത് ഓരോ ഫോട്ടോസും നമ്മൾ കളർ കറക്ഷൻ ചെയ്തിട്ട് ചെയ്യേണ്ടത് ഇത് വെച്ചിട്ടാണ്, ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. റെഡിയല്ലേ? അപ്പോൾ ആദ്യം ഇതിൽ നമ്മൾ പറഞ്ഞു യെല്ലോ ആണ് കൂടിക്കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്, ഇപ്പോൾ സാധാരണ പഴയ ഫോട്ടോഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ താഴെ കിടക്കുന്നുണ്ടാവും ഇതിൽ കളർ ബാലൻസ് എന്നുള്ളൊരു സാധനം ഉണ്ടാവും. ഇത് ഇനി അതല്ല, പുതിയ ഫോട്ടോഷോപ്പ് ആണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും കളർ ബാലൻസ്. ഇത് ഇവിടെ മേലെ തന്നെ കിടക്കുന്നുണ്ടാവും കളർ ബാലൻസ്. അപ്പോൾ നമ്മൾ താഴെ പോവുക, കളർ ബാലൻസ് എടുക്കുക. ഇത്രയും കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇനി ചെയ്യേണ്ടത് ഇതിലുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ഇതിൽ 3 സെക്ഷൻ വരുന്നുണ്ട്: ഷാഡോസ്, മിഡ് ടോണ്, ഹൈലൈറ്റ്. അപ്പോൾ ഓരോന്നും നമ്മൾ കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ 3 യെല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാഡോസ് എടുക്കുന്നു, നമ്മൾ യെല്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ മിഡ് ടോണ്, അതും യെല്ലോ തന്നെയാണ്. ഹൈലൈറ്റ്സും സെയിം യെല്ലോ. ബിഫോർ ആഫ്റ്റർ, ഇതിൽ യെല്ലോ നോക്കി, ബിഫോറിൽ നോക്കി മുഖത്തൊക്കെ ഈ ഭാഗത്തൊക്കെ യെല്ലോ നന്നായിട്ട് കയറി കിടക്കുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ അതിന് ഒന്ന് ഹൈലൈറ്റ്സിലും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഷാഡോസ് ഇത്രയും കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് ഫോട്ടോ, ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്രീന് നന്നായിട്ട് കയറി കിടക്കുകയാണ്. അതിൻ്റെ ഒരു ഫോട്ടോയിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി കുറവ് കാണാനുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ കളർ കറക്ഷൻ എടുക്കണം, കളർ ബാലൻസ് എടുക്കണം. ഇതിൽ ഷാഡോസ് ഓരോന്നും ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഷാഡോസും മിഡ് ടോണും ഗ്രീനും ഹൈലൈറ്റ്സ് യെല്ലോ ആയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഷാഡോസ് ഗ്രീനിലാണ് കിടക്കുന്നത്, നേരെ ഗ്രീനിലെടുക്കുന്നു, ഗ്രീനൊന്ന് കുറച്ച് കൊടുക്കണു. ഷാഡോസ് ഗ്രീനൊന്ന് ഒരിത്തിരി കുറച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്തത് മിഡ് ടോണ്. മിഡ് ടോണും ഞാൻ നേരത്തെ പറഞ്ഞു, മിഡ് ടോണും ഗ്രീനിലാണ് കിടക്കുന്നത്. മിഡ് ടോണും അതേപോലെ തന്നെ ഗ്രീനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൊടുത്തു. ഇനി ഹൈലൈറ്റ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞു യെല്ലോ ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, കാരണം യെല്ലോ കൂടി കിടക്കുകയാണെന്നുള്ളത്. അപ്പോൾ യെല്ലോയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഓരോരുത്തരും ചെയ്യുന്ന ആളുടെ മൂഡ് അനുസരിച്ചാണ്. അതായത് ഇപ്പോൾ നോക്കിയ ബിഫോർ ആഫ്റ്റർ, ഇതിലാ യെല്ലോ മൊത്തം കയറി കിടക്കുന്നത് ഗ്രീന്, അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അതേപോലെ ഇനി നെക്സ്റ്റ്, ഇത് ഏകദേശം ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇത് ഇങ്ങനെ കാണുമ്പോഴേ അതിൻ്റെ മനസ്സിലാവുള്ളൂ, കാരണം ആ യെല്ലോ ഓവറായിട്ട് കയറി കിടക്കണത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ഈ ഫോട്ടോ ഓൾറെഡി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞൊരു ഫോട്ടോ ആണ്. അതുകൊണ്ടാണ് അത്ര ഉദ്ദേശിച്ച രൂപത്തിൽ എന്തായാലും നമുക്കിത് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഓരോന്നും. അപ്പോൾ നമ്മൾ കളർ കറക്ഷൻ ചെയ്യാണ്. അതായത് ആദ്യം ഷാഡോസ് എടുത്തു. ഷാഡോസ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു സിയാനാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ആ സിയാനിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സിയാനെ നമുക്കൊന്ന് കുറച്ച് നോക്കാം. സിയാൻ ഒരു 28 കുറച്ചു. സിയാൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ റെഡ് കൂട്ടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതേപോലെ സിയാന് ഷാഡോസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മിഡ് ടോണ്. മിഡ് ടോണ് നമുക്ക് മജന്തയാണ് കിടക്കുന്നത്. കറക്റ്റ് ഇതാ മജന്ത നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. മജന്ത നമ്മൾ കുറയ്ക്കണു. ഏകദേശം ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ചെയ്യുകയാണ്. ഒരു 36 കൊടുത്തു.
അതേപോലെ ഇനി അടുത്തത് വരുന്നത് ഹൈലൈറ്റ്സ് ആണ്. ഹൈലൈറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു യെല്ലോ ആണ് കിടക്കുന്നത് എന്നുള്ള യെല്ലോ. അപ്പോൾ യെല്ലോനെ കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. യെല്ലോ കുറക്കുക എന്ന് പറഞ്ഞാൽ ബ്ലൂ കയറ്റുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഏകദേശം നമുക്കൊരു കാൽക്കുലേഷനിൽ ഒരു 46 വരെ ഓക്കെയാണ്. ഏകദേശം അവൻ്റെ ഫേസും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ എങ്ങനെയായിരുന്നു ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 പിക്ചറും നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. 4 അല്ല 3, ഒന്നും കൂടെ ചെയ്യാനുണ്ട് അല്ലേ. ഓക്കെ, 3. ഇനി 4-മത്തത് ഇയാൾ നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു എല്ലാം യെല്ലോ ആണ് കയറി കിടക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ആദ്യം ഷാഡോസിൽ നിന്ന് തുടങ്ങാം. ഷാഡോസിൽ യെല്ലോ കയറി കിടക്കുകയാണ്. യെല്ലോ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മൾ ആ ലെറ്റർ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടില്ല, അത് ഒഴിവാക്കണം. ഓക്കെ, ഇത്ര മതി. ഷാഡോസ് മിഡ് ടോണും ഇതേപോലെ തന്നെ യെല്ലോ. പക്ഷെ മിഡ് ടോണിൽ യെല്ലോ കുറവായിട്ടാണ് തോന്നുന്നത്. നമുക്കൊന്ന് യെല്ലോ ഇട്ട് നോക്കാം, ഒരു 7 കൊടുക്കാം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ഹൈലൈറ്റ്സിൽ യെല്ലോ നന്നായിട്ടുണ്ട്. അപ്പോൾ യെല്ലോ ഓക്കെ. ബിഫോർ ആഫ്റ്റർ ലെറ്റർ ഞാൻ ഒഴിവാക്കിയിരുന്നു. കണ്ടോ, ബിഫോർ ആഫ്റ്റർ. ഇപ്പോൾ ഏകദേശം ഒരു ബെറ്റർ പിക്ചറായിട്ട് തോന്നുന്നില്ലേ? കാരണം മറ്റേ യെല്ലോ ഒക്കെ കൂടെ കയറി കിടക്കരുത്. ഓക്കെ, ഇങ്ങനെയാണ് കളർ കറക്ഷൻ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പഠിച്ചു, കളർ കറക്ഷനും പഠിച്ചു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.